അധികാരം അതിന്റെ 8-ാം വചനത്തെ നാം വാസിக்கலாம். ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടും ഇല്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അതിനു മുമ്പായിട്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രവൃത്തി അറിയുന്നത് ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ എന്റെ കുടുംബത്തിന് അറിയാം. എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം എന്റെ കമ്പനിയിലുള്ളവർക്ക് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ എന്റെ സകല പ്രവൃത്തികളും അറിയുന്ന ഒരുവനുണ്ട്. അതാരാണ്? എന്റെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെയും നിങ്ങളെയും സകല പ്രവൃത്തികളും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അടുത്തത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. യു ഹാവ് ലിറ്റിൽ സ്ട്രെങ്ത്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ എന്റെ വചനം കാത്തു. എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് വലിയ ശക്തിയോ വലിയ പ്രതാപമോ ഒന്നും അല്ല. പക്ഷേ എങ്കിലും നീ എന്ത് ചെയ്തു? എന്റെ വചനം നീ കാത്തു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ നാമത്തെ നീ എന്ത് ചെയ്തിട്ടില്ല? തള്ളി പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ, സ്തോത്രം 7 സഭകളെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 7 സഭകൾ ഏതൊക്കെയാണ്? എഫെസോസ്, സ്മിർന, പെർഗമു, തിയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകളെ കുറിച്ച് പറയുന്നു. അതിന്റെ 6ാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ. ഹല്ലേലൂയ, സ്തോത്രം. ആ സഭയെ കുറിച്ച് യേശു കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്ത ഹല്ലേലൂയ, സ്തോത്രം ഒരു വാക്യമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലന് കൂടെ നൽകിയ ഒരു വാക്കാണ് നമ്മൾ വായിച്ചത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഫിലദൽഫിയ സഭയുടെ പ്രവൃത്തി അറിയുന്നു എന്ന് കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം പറയുന്നു. ഫിലദൽഫിയ സഭയുടെ പ്രവൃത്തി അറിയുന്നു. കർത്താവ് ഈ സഭയുടെയും ഹല്ലേലൂയ, സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവന് മറവായിട്ട് ഹല്ലേലൂയ, സ്തോത്രം ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മറവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അന്ധകാരത്തിലും ഹല്ലേലൂയ, സ്തോത്രം പാതാളത്തിൽ പോയി ദാവീദ് പറയുന്നു, ഞാൻ ഉയരത്തിൽ കയറിയാലും ഞാൻ പാതാളത്തിൽ പോയി ഇറങ്ങിയാലും അവിടെയും നീ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കണ്ണിന് മറവായിട്ട് ഞാൻ ഒരിവിടെ പോയി ഒഴിക്കാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം നമ്മുടെ പ്രവൃത്തി അറിയുന്ന ദൈവമാണ്. ഈ സഭകളെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഫിലദൽഫിയ പറയുന്ന സഭയെ കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം ഒരു പോസിറ്റീവ് അഫർമേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്ത്രീകരണം. നമ്മുടെ ഓരോ വ്യക്തികളെ കുറിച്ച് ഒരാളിനെ പറയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവർ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇദ്ദേഹം ഭയങ്കര ഒരു ഹല്ലേലൂയ, സ്തോത്രം എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇദ്ദേഹം ഹല്ലേലൂയ, സ്തോത്രം എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഇദ്ദേഹം ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തി പറയത്തില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ നമ്മുടെ ഒരു സഭയെ കുറിച്ച് പറയുന്നത് നല്ലൊരു കൂട്ടായ്മയുടെ ഒരു സഭയാണ് നമ്മുടെ സഭ. ഹല്ലേലൂയ, സ്തോത്രം. നല്ലൊരു കൂട്ടായ്മയുടെ ഒരു സഭയാണ് നമ്മുടെ സഭ. അങ്ങനെ സഭയിൽ ഹല്ലേലൂയ, സ്തോത്രം ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ സ്ഥാപനങ്ങളെ കുറിച്ചും ഓരോ സഭകളെ കുറിച്ചും പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം ഒരു സ്ത്രീകരണം പറയത്തില്ലേ? ഹല്ലേലൂയ, സ്തോത്രം ഒരു അഫർമേഷൻ. അതാണ് ഈ ഫിലദൽഫിയ സഭയെ കുറിച്ച് പറയുന്നു. നിനക്ക് ഹല്ലേലൂയ, സ്തോത്രം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഫിലദൽഫിയ സഭയെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് എന്ത്? അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അല്പമേ എന്ത് പറയത്തുള്ളൂ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അല്പമേ പഠിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അല്പ സാലറി ഉള്ളൂ. കുറച്ച് ഹല്ലേലൂയ, സ്തോത്രം ചെറിയ ജോലിയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്ക് നമ്മൾ വരാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അല്പമേ എന്തുള്ളൂ? ശക്തിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ലോകവും ലോക മനുഷ്യരും എല്ലാവരും എതിനെ അന്വേഷിച്ചാ പോകുന്നത്? അധികത്തെ അന്വേഷിച്ചാണ് പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അധികത്തിലേക്ക്
അധികത്തിലേക്ക് ഹല്ലേലൂയ വർദ്ധനവ് ഹല്ലേലൂയ ഇന്നുള്ളതല്ല ഹല്ലേലൂയ നാളെ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഇരിക്കാൻ ഒരിക്കലും ഒരുവനും ഹല്ലേലൂയ എന്തില്ല ആഗ്രഹമില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഉയരങ്ങളിലേക്ക്. തെറ്റല്ല ഹല്ലേലൂയ, ഒരിക്കലും തെറ്റല്ല. പക്ഷേ ഹല്ലേലൂയ ഈ അധികത്തെ ലോകം അന്വേഷിക്കുമ്പോൾ കർത്താവ് അന്വേഷിക്കുന്നത് അല്പത്തെയാണ്. ഹല്ലേലൂയ, അല്പത്തെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ ഉനക്ക് കൊഞ്ചബലനിരുന്നും ഹല്ലേലൂയ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ യു ഹാവ് ലിറ്റിൽ സ്ട്രെങ്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പറയാറില്ലേ ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒരു ജോലിയുണ്ട്, ഒരു ചെറിയ ജോലി അല്ലെ, അങ്ങനെ കടന്നു പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതേപോലെ സമ്പത്തുകളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും കുറച്ചേ ഉള്ളൂ, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എത്ര 10 ഏക്കറുള്ള ആൾക്കാരും ഇതാ പറയുന്നത്, 1 ഏക്കർ ഇല്ലാത്ത ആൾക്കാർ ഇതാ പറയുന്നത്. ഹല്ലേലൂയ അത് എന്താണ് സംഭവം എന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ലഭിച്ചതിൽ എന്തില്ല, we are not satisfied. ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നമ്മൾ തൃപ്തരായി തീരണം എന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ പറയുന്നു ഹല്ലേലൂയ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ തൃപ്തരായി തീരരുത്. ഏതാണ്? ദൈവത്തോട് ഇടപെടുന്നതിലും ദൈവാത്മാവിൽ ഇടപെടുന്നതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതും ദൈവമഹത്വത്തിനായി ചെയ്യുന്നതിലും നമ്മൾ എന്ത് ചെയ്യരുത്, തൃപ്തരായി തീരരുത്. പക്ഷേ നമുക്ക് ലഭിച്ച മറ്റു കാര്യങ്ങളിൽ നമ്മൾ എന്തായി തീരണം? ഹല്ലേലൂയ തൃപ്തരായി തീരണം. ഹല്ലേലൂയ നമ്മളെ ശത്രുവായ പിശാച് പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നു. എന്താണ് ഹല്ലേലൂയ? ഇതുകൊണ്ട് എന്നാ ചെയ്യാനാ? ഹല്ലേലൂയ ഇത്രയും സാലറി വെച്ച് എന്താ ചെയ്യാനാ? ഹല്ലേലൂയ ഇത്രയും പഠിത്തം വെച്ചിട്ട് എന്താ ചെയ്യാനാ എന്ന് ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇത്രയും ഹല്ലേലൂയ ശരീര ഹല്ലേലൂയ അളവ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ? ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ അന്വേഷിക്കുന്നത് അല്പത്തെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ ഈ താട്ടുണ്ടല്ലോ ഹല്ലേലൂയ സ്തോത്രം, പിശാച് കൊണ്ടിടുന്ന താട്ടുണ്ടല്ലോ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലുമില്ല. ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലുമില്ല. ജീവിതത്തിൽ ആരൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഏത് കാര്യത്തിലും ശരി ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ആത്മീക കാര്യത്തിലും ശരി ഭൗതിക കാര്യത്തിലും ശരി ആരൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ദൈവം തന്ന ശരീരം, ദൈവം തന്ന അറിവ്, ഇതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പലതും എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുമെന്ന് ഹല്ലേലൂയ സ്തോത്രം ചിന്തിച്ച് മുന്നേറി ചെല്ലുന്നവരുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ അല്പം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം നമ്മൾ തൃപ്തരല്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ആരെ അന്വേഷിക്കുന്നു? അല്പത്തെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് അല്പമേ ശക്തിയുള്ളൂ. എന്താ ചെയ്തിരുന്നത്? നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ സ്തോത്രം. നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ സ്തോത്രം. വചനം കാത്തുന്നെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം എളുപ്പ കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദേഷ്യപ്പെടരുത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പല കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യണം? വായടച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥകളൊക്കെ വരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹി ഈസ് മൈ അഡ്വക്കേറ്റ്. ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. കമ്പനിയിലായാലും ശരി, വ്യക്തികളായിട്ടും ശരി, കുടുംബത്തിലായാലും ശരി. ഹല്ലേലൂയ സ്തോത്രം ഞാൻ അവര് പറയുന്നതിൽ കൗണ്ടറായിട്ട് എനിക്ക് 10 ഇരട്ടി പറയാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഒന്നുപോലും പറയാതെ വായടച്ചിരുന്ന ഹല്ലേലൂയ സ്തോത്രം അനേക അവസരങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് തന്നെ അറിയാം. ഞാൻ കുറച്ച് ഇപ്പുറത്ത് മാറി നിന്നിട്ട് ചിന്തിക്കും. ഹല്ലേലൂയ സ്തോത്രം ഇദ്ദേഹത്തിന് ഹല്ലേലൂയ സ്തോത്രം വാക്കുകൊണ്ട് അടച്ച് ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യാം? ഹല്ലേലൂയ സ്തോത്രം ഫ്ലാറ്റ് ആക്കാനുള്ള അറിവും കഴിവും എല്ലാം എന്റെ ദൈവം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ഒരു വാക്ക് പോലും അതിനെതിര് പറയാതെ ആണോ? ശരി ആണോ? ശരി എതിർ പറയാതെ ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഹല്ലേലൂയ സ്തോത്രം. ഈ വചനം കാക്കുന്നെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം വളരെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ബന്ധപ്പാടുള്ള കാര്യമാണ്. ഹല്ലേലൂയ സ്തോത്രം എളുപ്പമുള്ള കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം പലതിനും നമ്മൾ പ്രതികരിക്കാൻ ഹല്ലേലൂയ സ്തോത്രം 1 സെക്കൻഡ് മതി. ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പ്രതികരിക്കാൻ. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ പല കാര്യത്തിലും നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം ഈ വചനം നമ്മെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. വചനം കാത്ത്. ഹല്ലേലൂയ സ്തോത്രം. വചനം കാത്ത്. ഏതാണ് ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹം? ഏതാണ് ബ്ലെസ്സിംഗ്? ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം യേശു
കർത്താവിന്റെ അമ്മയായ മറിയയുടെ അടുത്ത് ഹല്ലേലൂയ സ്തോത്രം നീ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അല്ല, യേശുവിന്റെ അടുത്ത് യേശുവിന്റെ അമ്മ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 27-28 ഒന്ന് വായിക്കുക. ലൂക്കോസ് 11-ാം അധ്യായം 27-28 വാക്യം. ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. നിന്നെ ചുമന്ന ഉദരവും, ഹല്ലേലൂയ സ്തോത്രം. നിന്റെ അമ്മ ആരാണ്? ഭാഗ്യവതിയാണ്. അതിന് യേശു കർത്താവ് പറയുന്നത് നോക്ക്. ദൈവത്തിന്റെ വചനം കേട്ട് അതിനെ പ്രമാണിക്കുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം നമ്മൾ ഓരോ ആഴ്ചയും കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാവരും കേൾക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയുന്നു, ഞാൻ കേൾക്കുന്നു, പറയുന്ന അപ്പോൾ തന്നെ എന്താണ്? ഞാൻ കേൾക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസന്മാർ പ്രസംഗിക്കുന്നു, ദൈവവചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, നമ്മൾ കേൾക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ആരാണ്? ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ അതിന്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചേ. The one who is blessed. ഹല്ലേലൂയ സ്തോത്രം. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഇവിടെ പറയുന്നു? ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നു? ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം പ്രമാണിക്കുന്നവർ, ദൈവവചനം കാക്കുന്നവർ. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. 4 വിധ നിലങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കേട്ടായിരുന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. തന്നിടത്തിൽ വരുന്ന ആ വിത്തിനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. സൂക്ഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അത് കളഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഭാഗ്യവാനാണ്. അപ്പൊ നീ എന്റെ വചനം കാത്തു. നിനക്ക് വലിയ ശക്തിയൊന്നുമില്ല, വലിയ മെമ്മറി പവർ ഒന്നുമില്ല, പക്ഷെ എങ്കിലും എന്ത് ചെയ്തു? നീ എന്റെ വചനം കാത്തു. അടുത്തത്, എന്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അവന്റെ നാമം എന്ത് ചെയ്തു? എല്ലായിടത്തും അവന്റെ നാമം എന്ത് ചെയ്തു? ഒരിക്കലും അവനെ തള്ളിപ്പറഞ്ഞില്ല. പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. ഫിലദൽഫിയ സഭയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സഭയെ കുറിച്ച്, നമ്മളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് എന്താണ് കർത്താവിന് പറയാനുള്ളത്? ഹല്ലേലൂയ സ്തോത്രം. എന്തെങ്കിലും പോസിറ്റീവ് അഫർമേഷൻ ഉണ്ടോ? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതില്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അത് നിലനിർത്തി അധികത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ നാമം എന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല. ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ സ്തോത്രം, ഉയർച്ചയിലും ഹല്ലേലൂയ സ്തോത്രം, താഴ്ചയിലും ഹല്ലേലൂയ സ്തോത്രം, സ്വാതന്ത്ര്യത്തിലും അടിമമുഖത്തിലും അവന്റെ നാമത്തെ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒരിക്കലും തള്ളി പറയാതെ ഹല്ലേലൂയ സ്തോത്രം. വിളിച്ചവൻ വിശ്വസ്തൻ. ഏത് അവസ്ഥയിലൂടെയും നമ്മെ നടത്തുവാൻ തക്കവണ്ണം അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ചിലപക്ഷേ ഹല്ലേലൂയ സ്തോത്രം അഗ്നിയിലൂടെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. വെള്ളത്തിലൂടെ നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ അഗ്നിയുടെ മണം പോലും നമ്മുടെ ശരീരത്തിൽ പറ്റാതെ, വെള്ളത്തിന്റെ നനവ് പോലും നമ്മുടെ കാലുകളിൽ ഇല്ലാതെ ദൈവം നമ്മെ കാക്കും. ഹല്ലേലൂയ സ്തോത്രം. There is a walkway. അതിൽ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല? നിർത്തത്തില്ല. ദൈവം നിങ്ങളെ അതിൽ നിന്നും പുറത്തെടുക്കുക തന്നെ ചെയ്യും. എത്രയൊക്കെ ഉണ്ട് പ്രതികൂലങ്ങൾ, പുറകിൽ തിരിഞ്ഞു നോക്കിയാൽ അതെല്ലാം ഓവർകം ചെയ്ത് ഇതുവരെ എത്തുവാൻ എന്റെ ദൈവം നിങ്ങൾക്കും എനിക്കും വിശ്വസ്തനാണെങ്കിൽ ഇനിയും അന്ത്യത്തോളം എന്റെ ദൈവം എന്നെയും നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യം വായിക്കാം. 1 തിമോഥെയോസിന്റെ പുസ്തകം 6:6. ഒന്നും മനസ്സിലായില്ല. ഒന്ന് തമിഴ് വായിച്ചേ. 1 തിമോഥെയോസ് 6:6. വായിച്ചത് കേട്ടിട്ടല്ല. ഇതിലെനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലായില്ല. അതിന്റെ തമിഴിലൊന്ന് വായിച്ചേ. போதும் என்கிற மனதுடைய தேவபக்தி மிகுந்த ஆதாயம். And English ഞാൻ വായിക്കാം. But godliness with the contentment is the great gain.
അതിന്റെ മലയാളം ഞാൻ പറയാം. എന്നാൽ സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ നേട്ടമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വചനം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്കൊന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് വായിച്ചു പോയാൽ അതിന്റെ മീനിങ് മനസ്സിലാകും. അതാണ് അങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി അധിക നേട്ടമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് എന്താണ് വേണ്ടത്? ഇതാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടത് ഇതാണ്. ഹല്ലേലൂയ സ്തോത്രം. ലോകം അധികത്തെ അന്വേഷിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ദൈവം ആരെയാണ് അന്വേഷിക്കുന്നത്? അല്പത്തെയാണ്. യോബിന്റെ പുസ്തകം 8:7 ഒന്ന് വായിക്കുക. ജോബ് ചാപ്റ്റർ 8 verse 7. യോബ് 8-ാം അധികാരം അതിന്റെ 7-ാം വചനം. തുടക്കം ചെറുതായിരുന്നാലും അവസാനം വളരെ വർദ്ധിക്കും. സഭാപ്രസംഗി 8:7. സഭാപ്രസംഗി 7:8. ഹല്ലേലൂയ സ്തോത്രം. അത് ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. ആരംഭം എപ്പോഴും എങ്ങനെയായിരിക്കും? വളരെ ചെറുതാണ്. ഹല്ലേലൂയ സ്തോത്രം. തുടക്കം എങ്ങനെയായിരിക്കും? ചെറുതാണ്. ഒരു കുഞ്ഞ് വളരുമ്പോ തന്നെ ഒരാള് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ കുഞ്ഞിൽ എങ്ങനെയായിരിക്കുന്നത്? ഇതായിരിക്കുന്നു ഡോക്ടർ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഡോക്ടർമാരും ഹല്ലേലൂയ സ്തോത്രം എഞ്ചിനീയേഴ്സും വലിയ സയന്റിസ്റ്റും ഒക്കെ ഇതായിരിക്കും. അപ്പം ഇവര് ഒരു ആരംഭമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവരെ ആരംഭം എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. തുടക്കം ചെറുതാണ്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അതിന്റെ അവസാനം, ഹല്ലേലൂയ സ്തോത്രം, അവസാനം നല്ലത്. സക്കറിയ പ്രവചന പുസ്തകം 4:10 കൂടെ ഒന്ന് വായിച്ചേ. തുച്ഛീകരിക്കും. സന്തോഷിക്കുന്നു. ഒരു ചെറിയ തൂക്കുനൂല് കൊണ്ട് സന്തോഷിക്കുന്നു. പക്ഷെ നമ്മൾ അത് തുച്ഛമായിട്ട് കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്തോത്രം സന്തോഷിക്കുന്നത് തുച്ഛമായിട്ട് കാണുന്നതാണോ നമ്മുടെ കണ്ണ്? ഹല്ലേലൂയ സ്തോത്രം. ദൈവം സന്തോഷമായിട്ട് കാണുന്ന ചെറിയ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു? ഹല്ലേലൂയ സ്തോത്രം. അതാണ് ദൈവം നമ്മെ കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ജീസസ് മിനിസ്ട്രി ഈസ് എൻറ്റയർലി ഡിഫറന്റ്. ഹല്ലേലൂയ സ്തോത്രം. ഹി ഈസ് അവൈലബിൾ ടു എവരിവൺ. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക്, ഹല്ലേലൂയ സ്തോത്രം, കുഷ്ഠരോഗികൾക്ക്, മുടന്തന്മാർക്ക്, ഹല്ലേലൂയ സ്തോത്രം, ചെറിയവർക്ക്, ഹല്ലേലൂയ സ്തോത്രം, വലിയവർക്ക്, എല്ലാവർക്കും യേശു കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അവൈലബിൾ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ പല വലിയ ശുശ്രൂഷകന്മാരെയൊക്കെ നമ്മുടെ തൊട്ടടുത്ത് പോലും കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അത്രയും പ്രൊട്ടക്ഷനും കാര്യങ്ങളും. ഹല്ലേലൂയ സ്തോത്രം. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ജീസസ് ഈസ് എ സിമ്പിൾ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അല്പം. ഹല്ലേലൂയ സ്തോത്രം. അതിനെയാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ തുച്ഛമായി കാണുന്നത് ദൈവം സന്തോഷമായി കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അല്പത്തിൽ വിശ്വസ്തനായ ദാസനെ നിന്നെ ഞാൻ അധികത്തിന്മേൽ വിചാരകനാക്കും. ഹല്ലേലൂയ സ്തോത്രം. ഉള്ളതിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ലഭിച്ചതിൽ വിശ്വസ്തയോടെ ആയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ലഭിച്ച കുടുംബത്തിൽ വിശ്വസ്തയോടെ സന്തോഷത്തോടെ ആയിരിക്കും. നിനക്ക് ലഭിച്ച ജോലിയിൽ വിശ്വസ്തയോടെ സന്തോഷത്തോടെ കൂടെ ആയിരിക്കും. നിനക്ക് ലഭിച്ച മിനിസ്ട്രിയിൽ വിശ്വസ്തയോടെ സന്തോഷത്തോടെ കൂടെ ആയിരിക്കും. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. അധികത്തിന്റെ മേൽ, അനേകത്തിന്റെ മേൽ നമ്മെ വിചാരകനാക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് ഇന്ന് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അല്പത്തിന്റെ മേൽ. ഹല്ലേലൂയ സ്തോത്രം. അല്പം. ഹല്ലേലൂയ സ്തോത്രം. അല്പം. നമ്മളെല്ലാം ഹല്ലേലൂയ സ്തോത്രം ഒന്നുമില്ല എന്ന് പുഴുവെന്ന് മാറ്റിക്കളയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ സ്തോത്രം വിശേഷമുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം
ഹല്ലേലൂയ സ്തോത്രം. അതിൽ നമ്മൾ വായിക്കുമ്പോൾ അനേക ന്യായാധിപന്മാരെ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഇസ്രായേലിനെ ന്യായം വിധിച്ച ഒരു ന്യായാധിപനാണ് ഗിദെയോൻ എന്ന ഹല്ലേലൂയ സ്തോത്രം യുവാവ്. ഹല്ലേലൂയ സ്തോത്രം. 40 കൊല്ലം ഇസ്രായേലിനെ എന്ത് ചെയ്തു? ന്യായം വിധിച്ചു. ഹല്ലേലൂയ സ്തോത്രം. രാജാക്കളുടെ കാലങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ആദ്യത്തെ രാജാവ് ശൗൽ, അതിനുശേഷം ദാവീദ്, ദാവീദിന് ശേഷം ശലോമോൻ, ശലോമോന് ശേഷം റെഹബെയാം, ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ രാജാക്കളെ കാണുന്നു. അതിനു മുമ്പായിട്ട് അവസാനത്തെ കന്യായ ന്യായാധിപനാരാണ്? ശമൂവേൽ ന്യായപാലൻ. ഹല്ലേലൂയ സ്തോത്രം. അതിൽ ആ ഗണത്തിൽപ്പെട്ട ഒരു ഗിദെയോനെ കുറിച്ച് അവിടെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ച് 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ഈ ബലത്തോടെ, ഏത് ബലമാണ്? നീ ഈ ബലത്തോടെ പോ. ഹല്ലേലൂയ. നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കും. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഈ ബലത്തോടെ നീ പോ. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഗിദെയോൻ ഇങ്ങനെ മറുപടി പറഞ്ഞു കാണും, ദൈവമേ, ഞാൻ എവിടെ ആയിരിക്കുന്നു? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ കർത്താവ് എന്നോട് ഇങ്ങനെ അരുളി ചെയ്യുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ചോദിച്ചിട്ടും ഉണ്ട് താഴെ. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ പറയുവാൻ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ഗിദെയോൻ എവിടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. ഗോതമ്പ് മിതിക്കുന്നു. എവിടെ? ഹല്ലേലൂയ സ്തോത്രം. വൈൻ പ്രസ്. ഹല്ലേലൂയ സ്തോത്രം. മുന്തിരി ചക്കിനടുത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എന്ത് ചെയ്യുന്നു? ഗോതമ്പ് മിതിക്കുന്നത്. ഗോതമ്പ് നോർമലി എവിടെയാണ് മിതിക്കുന്നത്? നെല്ല്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കണ്ടിട്ടുള്ളതും, ഞങ്ങൾക്ക് പണ്ട് വയലുണ്ടായിരുന്നു. ആ വയലിലേക്ക് അറുത്ത് ആ കളത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കളമുണ്ട്. ആ കളത്തിൽ കൊണ്ട് കൂട്ടി വെച്ചിട്ട് അവിടെയാണ് മെതിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗിദെയോൻ ഈ ഗോതമ്പൊക്കെ അറുത്ത് ഇവിടെ കൊണ്ടുവച്ച്? ഈ മുന്തിരി ചക്ക് എന്ന് പറയുന്നത് അതൊരു ഫാക്ടറിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ കാലത്തുള്ള ഒരു ഫാക്ടറിയാണ്. മുന്തിരി എന്ന് പറയുന്നത് ദ്രാക്ഷപ്പഴം. ഹല്ലേലൂയ സ്തോത്രം. ഗ്രേപ്സ്. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ സ്തോത്രം ജ്യൂസ് ആക്കി അല്ലെങ്കിൽ വൈനാക്കി എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഹല്ലേലൂയ സ്തോത്രം. മുന്തിരി ചക്ക് എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇദ്ദേഹം ഇസ്രായേലില് 2 അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. There is 2 main resources. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് വീഞ്ഞും മറ്റൊന്ന് ധാന്യവും എന്ന് ഹല്ലേലൂയ സ്തോത്രം ആവർത്തന പുസ്തകം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 33:28 പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. മോശെ തന്റെ മക്കളെ വിളിച്ച് ഓരോന്നായിട്ട് അനുഗ്രഹിക്കുമ്പോൾ അതിന്റെ അവസാനം ഹല്ലേലൂയ സ്തോത്രം ആ വാക്യം ഒന്ന് വായിച്ചേ. 33:28. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ. ഹല്ലേലൂയ സ്തോത്രം. മതി. അപ്പോ ഇസ്രായേൽ ദേശത്തിൽ ധാന്യവും വീഞ്ഞും എന്ന 2 അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഗോതമ്പിന്റെ വിളവെടുപ്പ്, ഹാർവെസ്റ്റ്, there is a period of time. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ മുന്തിരിയുടെ വിളവെടുപ്പ്, ഹാർവെസ്റ്റ്, there is a period of time. രണ്ടും വ്യത്യസ്തമായതാണ്. കാരണം മിദ്യാന്യരെ പേടിച്ചിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഗിദെയോൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. രാത്രിയോട് രാത്രിയായിട്ട് ഈ കതിരുകളൊക്കെ കൊയ്ത് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. മുന്തിരി ചക്കിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ മെതിക്കുന്നുണ്ട്. രാത്രി എന്ന് പറയുവാൻ കാരണം ഞാൻ വീണ്ടും വരാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഒരു അസൈൻമെന്റ് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ 10 പേരെ തന്റെ കൂടെ കൂട്ടി എന്ത് ചെയ്തു? ബാലിനെയും അസ്തോത്തെയും അതിന്റെ എല്ലാ സകല കാര്യങ്ങളെയും വെട്ടി ഹല്ലേലൂയ മാറ്റിയത് രാത്രിയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഒരു കാര്യമുണ്ട്, പകലിൽ ചെയ്യാൻ പറ്റാത്ത നമ്മൾ എന്ത് ചെയ്യാം? രാത്രിയിൽ ചെയ്യാം. പകലിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ചിലരോട് നിന്ന് സംസാരിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചില വേദികളിൽ നമുക്ക് നിൽക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിവില്ല. പക്ഷേ രാത്രിയാകുമ്പോൾ ഒന്ന് ചെയ്യുവാൻ കഴിയും. ദൈവത്തോട് കൂടെ ഇരുന്ന് കരയുവാനും ദൈവത്തോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിനുള്ള ബലം പ്രാപിച്ചെടുക്കുവാനും നമ്മുടെ വീടുകളിൽ ഹല്ലേലൂയ സ്തോത്രം നാം ആയിരിക്കുന്ന സ്ഥലത്തിൽ ആരും അറിയാത്ത ഇടത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ബലം പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കഴിയും. അത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നന്നായി അറിഞ്ഞവനാണ് ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഖത്തറിലാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ആദ്യത്തെ ഗൾഫ്. അവിടെ പോയിട്ട് പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ. ഹല്ലേലൂയ സ്തോത്രം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അവിടെ ദൈവം അങ്ങനെ ഒരു സ്ഥാനത്താക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം റൂമില് ഹല്ലേലൂയ സ്തോത്രം വേറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. ആരംഭ കാലഘട്ടമാണ്.
ഹല്ലേലൂയ സ്തോത്രം പുറത്തിറങ്ങി. ഹല്ലേലൂയ സ്തോത്രം ബസ്സൊക്കെ ഹല്ലേലൂയ സ്തോത്രം ലേബസിന്റെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ ഇടയിൽ കൂടെ നടന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ വിളിച്ച് കരഞ്ഞ ഒരു ഹല്ലേലൂയ സ്തോത്രം കാലമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ കരഞ്ഞപ്പോൾ, അങ്ങനെ ദൈവത്തോടെടുത്തപ്പോൾ പകലിൽ പോയിരുന്ന് സകല കാര്യങ്ങളും ചെയ്യുവാൻ ഒരു മാസം 1.5 മാസത്തിൽ ഹല്ലേലൂയ സ്തോത്രം എന്തൊക്കെ സാധനങ്ങളുണ്ട് എംഇപിയിൽ നട്ടുമുതൽ ചില്ലറ വരെയുള്ള സകല കാര്യങ്ങളും പഠിച്ചെടുക്കുവാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയ എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചെടുക്കുവാൻ വളരെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആ സാധനത്തെ കണ്ടിട്ട് പോലുമില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അത് എന്നെ കുറിച്ച് വലുതായിട്ട് പറയുവാനല്ല. ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, പകലിൽ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് ദൈവത്തിന്റെ അടുത്ത് രാത്രിയാമങ്ങളിൽ ഇരുന്ന് ഹല്ലേലൂയ മുട്ടുകുത്തി ദൈവത്തിന്റെ അടുത്ത് കരഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ അഭിഷേകം ഹല്ലേലൂയ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. എത്രയോ പേരുണ്ട് നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ സ്തോത്രം. രാവിലെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വാഹനത്തിൽ ഇരുന്നിട്ട് കണ്ണീരോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസം ദൈവം എങ്ങനെയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ഹല്ലേലൂയ ശരിയാക്കി തരുമെന്ന് ആ ദിവസം ഹല്ലേലൂയ സ്തോത്രം ഓരോ മീറ്റിംഗിൽ പോകുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം എന്ത് സംസാരിക്കണം അറിയത്തില്ല. വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം നിന്നെ കൊണ്ട് ന്യായവിസ്താരത്തിന്റെ മുൻപിൽ നിർത്തുമ്പോൾ നീ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ നിന്റെ വായിൽ കൂടെ അരുളി ചെയ്യുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഗിദിയോൻ, ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ചെയ്യുന്ന ഗിദിയോനെ നമുക്ക് കാണാം. അടുത്തത് രണ്ടാമത്തെ ഒരു അസൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യണം? വിടുവിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ അസൈൻമെന്റ് ഇറ്റ്സ് ബിഗ് അസൈൻമെന്റ്. ഹല്ലേലൂയ സ്തോത്രം. വലിയ അസൈൻമെന്റ് ആണ്. ആദ്യത്തെക്കാട്ടിലും വലിയ അസൈൻമെന്റ്. ആദ്യം 10 പേരെ കൂട്ടി, പക്ഷേ ഇപ്പോ ഹല്ലേലൂയ 32,000 പേരെ കൂട്ടി. ഹല്ലേലൂയ സ്തോത്രം. 32,000 ഹല്ലേലൂയ സ്തോത്രം 32,000 പേരെ കൂട്ടി. കർത്താവ് ദൈവം പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ഇത്രയും വേണ്ട, ഇത് അധികം. ഹല്ലേലൂയ സ്തോത്രം. കുറയ്ക്കും, ആളിനെ കുറയ്ക്കും. കുറച്ചു 10,000 കുറച്ചു. ഹല്ലേലൂയ സ്തോത്രം. 10,000 കുറച്ചു. വീണ്ടും പറഞ്ഞു ദൈവം കുറയ്ക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇവരെല്ലാം വെള്ളത്തിലിറക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇവരെല്ലാം വെള്ളത്തിലിറക്കും. ഹല്ലേലൂയ സ്തോത്രം. വെള്ളത്തിലിറക്കി ഇവരെല്ലാം വെള്ളം കുടിച്ചു. 9,700 പേര് സ്റ്റാൻഡേർഡ് ആയിട്ട് മുട്ടുകുത്തി എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. കൈകൊണ്ട് കോരി കുടിച്ചു. 300 പേര് നായ്ക്കളെ പോലെ നക്കി കുടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞ് മനസ്സിലായല്ലോ. ഹല്ലേലൂയ സ്തോത്രം. 9,700 പേര് അധികമാണ്. ഹല്ലേലൂയ സ്തോത്രം. നല്ല സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ്. ഹല്ലേലൂയ സ്തോത്രം. നല്ല സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നന്നായിട്ട് മുട്ടുകുത്തി നല്ല ഹല്ലേലൂയ സ്തോത്രം പരിചയമൊക്കെ ഇട്ടിട്ട് നല്ല സൈന്യങ്ങളായിട്ട് ഹല്ലേലൂയ സ്തോത്രം മുട്ടുകുത്തി കൈകൊണ്ട് ഇങ്ങനെ കോരി സ്റ്റൈലായിട്ട് കുടിച്ചപ്പോൾ ഒരു 300 പേര് ഹല്ലേലൂയ സ്തോത്രം ആരും മാനിക്കാത്ത, ഹല്ലേലൂയ സ്തോത്രം ആർക്കും വേണ്ടാത്ത, ഹല്ലേലൂയ സ്തോത്രം കണ്ടാലൊന്നും അത്രയൊന്നും പറയത്തില്ല. ഇവരെയൊക്കെ ഈ കളിക്ക് കൊള്ളത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവർ ക്രിക്കറ്റ് കളിക്കാൻ കൊള്ളത്തില്ല, ഇവർ ഫുട്ബോൾ കളിക്കാൻ കൊള്ളത്തില്ല, ഇവൻ ഈ ജോലിക്ക് കൊള്ളത്തില്ല, ഹല്ലേലൂയ സ്തോത്രം ഇവൻ ഈ മിനിസ്ട്രിക്ക് കൊള്ളത്തില്ല എന്ന് ഹല്ലേലൂയ സ്തോത്രം ഒളിവ് പറഞ്ഞ് മാറ്റിയതുപോലെ 300 പേര് നായ്ക്കളെ പോലെ നക്കി കുടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവരെ കൊണ്ട് എന്റെ ദൈവം ഇസ്രായേലിനെ വിടുവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കുറയ്ക്കി എന്ന് പറഞ്ഞു. ആ കുറയ്ക്കിന്റെ പിന്നിൽ ഒരു ഹല്ലേലൂയ സ്തോത്രം കാര്യമുണ്ട്. 7:2 വായിച്ച്. ഹല്ലേലൂയ സ്തോത്രം. അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് പറയാതിരിക്കാൻ, ദൈവത്തിന് വിരോധമായി സംസാരിക്കാതിരിക്കുവാൻ എന്തിനാണ് കുറച്ചത്? ഹല്ലേലൂയ സ്തോത്രം. എന്തിനാണ് ദൈവം ഹല്ലേലൂയ സ്തോത്രം പല ഉന്നതന്മാരിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ദോഷമായ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ദോഷികളായ നിങ്ങളെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് എന്തിനാണ്? ഹല്ലേലൂയ സ്തോത്രം. ഉന്നതന്മാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ അവർ പറയും ഹല്ലേലൂയ സ്തോത്രം എന്റെ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട്, എന്റെ ഉന്നത കുടുംബ മഹിമ കൊണ്ട്, എന്റെ ഉന്നത ശ്രേഷ്ഠതകൾ കൊണ്ട് ഞാൻ ഇത്രയേറെ ചെയ്തു തീർത്തു, ഞാൻ ഇങ്ങനെ ഒരു വലിയ ജോലിയിൽ ആയിരിക്കുന്നു, ഞാൻ ഇതൊക്കെ ചെയ്ത് പ്രവർത്തിച്ചു, ഞാൻ ഇല്ലെങ്കിൽ അറിയാമായിരുന്നു, ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ മുമ്പോട്ട് പോകാമായിരുന്നു എന്ന് ഞാൻ എന്ന് പറയുവാനിടയാക്കിയിരുന്നു. ഈ ഞാനിനെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് നക്കി കുടിച്ച ഒന്നിനും ആവശ്യമില്ലാത്ത ദോഷികളായ ഹല്ലേലൂയ സ്തോത്രം 300 പേരെ കൊണ്ട് എന്റെ ദൈവം ഇസ്രായേലിനെ വിടുവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ജ്ഞാനികളെ രക്ഷിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ രക്ഷിപ്പിപ്പാൻ
ദൈവം ദോഷത്വമായത് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6:14 നിന്റെ ഈ ബലത്തോടെ പോ. ഈ ബലം ഏത് ബലമാണ്? രാത്രി ചെയ്തല്ലേ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ അത് വേണ്ട, രാത്രി വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രി പോയിട്ട് കതിര് കൊയ്തിട്ട് ഹല്ലേലൂയ, സ്തോത്രം ഇവിടെ വെച്ചിട്ട് ഒളിച്ചു വെച്ച് ചെയ്തല്ലേ? ഇത്രയും മതി, ദൈവത്തിന് ഇത്രയും മതി. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഈ ബലത്തോടെ പോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിന് അല്പം മതി. അല്പമേ ശക്തിയുള്ളൂ, അത് മതി. അല്പമേ പഠിത്തമുള്ളൂ, അത് മതി. അല്പമേ ജോലിയുള്ളൂ, അല്പമേ സാലറിയുള്ളൂ, അല്പമേ ഹല്ലേലൂയ, സ്തോത്രം നിന്റെ കഴിവുള്ളൂ. ദൈവത്തിന് അത് മതി. ആർക്കൊക്കെ അറിയാം? ഹല്ലേലൂയ, സ്തോത്രം. യൂട്യൂബിൽ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, 1982 വർഷം ജനിച്ച അദ്ദേഹം. ഹല്ലേലൂയ, സ്തോത്രം. 1982, ഏകദേശം എന്റെ ഏജ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആകെപ്പാടെ 4 GCC കൺട്രിയിലേക്ക് പോയിട്ടുള്ളൂ. പുള്ളി 78 കൺട്രിയിൽ പോയി. ഹല്ലേലൂയ. ഞാൻ ജോലിക്ക് വേണ്ടി പോയി, പക്ഷേ പുള്ളി യേശുവുമായി പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവാഞ്ചലിസ്റ്റ് നിക്കി, ഹല്ലേലൂയ, സ്തോത്രം, യോസിക്, ഹല്ലേലൂയ, സ്തോത്രം. 78 രാജ്യങ്ങൾ, 25 ഹല്ലേലൂയ, സ്തോത്രം മിനിസ്റ്റേഴ്സിനെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 8 ലക്ഷം പേരിലും അധികം ക്രൗഡഡ് ആയ ജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ജനിച്ചു വീഴുമ്പോൾ അവന്റെ അപ്പനും അമ്മയും എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ വിട്ട് ഓടിപ്പോയെന്ന് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് വേറൊരു സർപ്രൈസ് ഉണ്ട്. ഈ അപ്പൻ പാസ്റ്ററാണ്. ഹല്ലേലൂയ, ഈ അപ്പൻ പാസ്റ്ററാണ്. അവിടെ ഒരു കാര്യം, ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? ഹല്ലേലൂയ, സ്തോത്രം. ടെട്രാ അമാലിയ സിൻഡ്രോം. ടെട്രാ അമാലിയ സിൻഡ്രോം. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് സംഭവം? വിതൗട്ട് ആംസ്, വിതൗട്ട് ലെഗ്സ്, കയ്യുമില്ല കാലുമില്ല, ജസ്റ്റ് ബോഡി, തല മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇദ്ദേഹം എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ അവിടെ നിന്നിട്ട് ഒരു കാര്യം പറയാം. പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസികൾക്ക് മറ്റുള്ളവർക്ക് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കൾക്കും ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്കും ഉണ്ട് എന്ന് ഹല്ലേലൂയ, സ്തോത്രം ഇവിടെ വ്യക്തമാണ്. അപ്പോൾ ഈ പ്രതികൂലത്തിന് പിന്നത്തേതിൽ അവർ ഏറ്റെടുത്തു, അവർ വളർത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ലോകം രാജ്യങ്ങളെല്ലാം അറിയപ്പെടുന്ന ഒരു ഇവാഞ്ചലിസ്റ്റായി, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മിഷനറിയായി, ഒരു മിനിസ്ട്രി, വലിയ മിനിസ്ട്രികൾ ചെയ്ത് പല പുസ്തകങ്ങൾ എഴുതി, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളാരും എത്താൻ കഴിയാത്ത രീതിയിൽ പുള്ളിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ, ഹല്ലേലൂയ, സ്തോത്രം, തികഞ്ഞവർ വേണ്ട. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, ദേവദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുൻപിൽ എന്തേണ്ട? തികഞ്ഞവർ വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അല്പം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അല്പം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവർക്കും അറിയാം. 5 അപ്പവും 2 മീനും കൊണ്ട് എന്ത് ചെയ്തു? 5000 പേര്. അത് 5000 പേരല്ല, അത് വലിയ കണക്കാ. ഹല്ലേലൂയ, സ്തോത്രം. 5000 പുരുഷരിലും അധികം. അപ്പൊ പുരുഷന്മാർ 5000-ത്തിലും അധികമുണ്ട്. അതിന്റെ ഭാര്യമാർക്കുണ്ട്, എത്ര പേരെന്ന് അറിയത്തില്ല, മക്കളുണ്ട്. അത് വലിയ കണക്കാ. ഹല്ലേലൂയ, സ്തോത്രം. അതിലും അധികമായവർക്ക് ദൈവം എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഹല്ലേലൂയ, സ്തോത്രം, 6:7 ഒന്ന് വായിക്ക്. ഒന്നും കാണാത്തവൻ, ഹല്ലേലൂയ, സ്തോത്രം, എന്ത് പറഞ്ഞു? ഫിലിപ്പോസ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒന്നും കണ്ടില്ല, ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഈ 5 അപ്പവും 2 മീനും അല്ല ഉള്ളതൊന്നും കണ്ടിട്ടില്ല ഫിലിപ്പോസ്. പക്ഷെ എന്ത് പറഞ്ഞു? 200 പൈസക്ക് മതിയാകത്തില്ല. ഒന്നും കാണാത്തവൻ മതിയാകത്തില്ല എന്ന് പറഞ്ഞു. ചിലത് കണ്ടവൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, അടുത്ത വചനം 9:9. ഹല്ലേലൂയ. അന്ത്രോസാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പോസ് പറഞ്ഞു 200 പണത്തിന് തികയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും കാണാത്തവൻ മതിയാകില്ല എന്ന് പറഞ്ഞു. കണ്ടവൻ എന്ത് പറഞ്ഞു? എന്തുള്ളൂ. നമ്മുടെ സെയിം മെന്റാലിറ്റിയാണ് ഹല്ലേലൂയ, സ്തോത്രം, ശിഷ്യന്മാരുടെ മെന്റാലിറ്റി നമ്മുടെ സെയിം മെന്റാലിറ്റിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് പറയുന്നു, നീ ഇരുത്തുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. ജനങ്ങളെ ഇരുത്തുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്നിട്ട് ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ചില സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒന്നുമില്ലാത്ത, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വടക്കോട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, എവിടെ നോക്കിയാലും ഒരു അനുകൂലമായ വാതിലുകളും ഇല്ല. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്യുന്നു?
ദൈവം ഇരിക്കാൻ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇരുന്നോളണം. ഹല്ലേലൂയ സ്തോത്രം. ബ്രദറെ അറിയാമല്ലോ, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നല്ല പരിചയമുണ്ട്, ഇരുന്ന് പരിചയമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇരിക്കണം. ഒരു അനുകൂലങ്ങളും ഇല്ല. ഇരിക്കാൻ പറയുമ്പോ ദൈവം നമ്മളെ ഇരിക്കാൻ പറയുമ്പോ ഇരിക്കണം, ഇരുത്തണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? God is preparing for us. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പലതും പ്രിപ്പയർ ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇരുന്നു, അവിടെ എല്ലാവർക്കും കൊടുത്തു. അവിടെ കൊടുക്കുമ്പോൾ അപ്പത്തെ എടുത്തു വാഴ്ത്തി കൊടുത്തു എന്ന് കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. വാഴ്ത്തി കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. 5 അപ്പത്തെ വാഴ്ത്തി കൊടുത്തു. അതിലും കുറഞ്ഞ മീനിനെ വേണ്ടിടത്തോളം എടുത്തു എന്ന് കൊടുത്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് 3 ചപ്പാത്തിയേ ഉള്ളൂ. പക്ഷെ ചിക്കൻ കറി ഹല്ലേലൂയ സ്തോത്രം അൺലിമിറ്റഡ് ആണ്. ഹല്ലേലൂയ സ്തോത്രം. അൺലിമിറ്റഡ് ആണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളിലുള്ള കുറച്ചുള്ളതിനെ ഹല്ലേലൂയ സ്തോത്രം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മളിലുള്ള ചെറിയ കാര്യങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ ചെറിയ വിശ്വസ്തത, നമ്മുടെ ചെറിയ വിശ്വാസം, നമ്മുടെ ചെറിയ ഹല്ലേലൂയ സ്തോത്രം സ്തുതികൾ, നമ്മുടെ ചെറിയ ഹല്ലേലൂയ സ്തോത്രം ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ചെറിയ അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ സ്തോത്രം വേണ്ടിടത്തോളം ഹല്ലേലൂയ സ്തോത്രം വേണ്ടിടത്തോളം ഹല്ലേലൂയ സ്തോത്രം സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ഹല്ലേലൂയ പ്രവാചകന്റെ ഭാര്യ പറയുന്നു, അവിടെ ഒരു കലശം എണ്ണ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ചോദ്യം, അവിടെ അറ്റ്ലീസ്റ്റ് ഒരു കലശം എണ്ണയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം തൊട്ടടുത്ത വീടുകളിലെല്ലാം വെറും പാത്രമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും, 5 അപ്പവും 2 അപ്പം 2 മീനെങ്കിലും വേണ്ടേ എന്ന്. വേണ്ട, അതില്ലേലും ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കിയ തന്റെ വാക്കുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഉളവാകട്ടെ എന്ന് ഉളവാക്കിയ ദൈവം ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ഹല്ലേലൂയ ഉയർത്തുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഇന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ഒരു വേക്കൻറ്റും ഇല്ലാത്തിടത്ത് പുതിയൊരു വേക്കൻറ്റ് തുറന്നു തന്നെ എന്റെ ദൈവം അവിടെ നിങ്ങളെ ഇരുത്തും. ഹല്ലേലൂയ സ്തോത്രം. നാം വായിച്ച വചനം ഹല്ലേലൂയ സ്തോത്രം, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലോ നീ എന്റെ വചനം കാത്ത് ഇതാ നിനക്ക് മുൻപിൽ I am opening the door. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്റെ മുൻപിൽ ഒരു വലിയ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തുറക്കപ്പെട്ട വാതിൽ. അതിന്റെ മുമ്പത്തെ വചനം വായിക്കുമ്പോൾ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവരും ആരും തുറക്കാൻ പറ്റാത്ത അടയ്ക്കുന്നവരുമായ യേശു കർത്താവ് പറയുന്നു, അല്ല ഇതാ നിന്റെ മുൻപിൽ ഒരു ഓപ്പൺ ഡോർ. നിന്റെ മുൻപിൽ ഒരു ഓപ്പൺ ഡോർ. ഹല്ലേലൂയ. ഒരിക്കലും അടയ്ക്കാൻ പറ്റത്തില്ല. എന്റെ വചനം നീ കാത്ത് നിനക്ക് ഹല്ലേലൂയ സ്തോത്രം അല്പമേ ശക്തിയുള്ളൂ. ആത്മാവിൽ പ്രവർത്തിച്ചാട്ടെ. യെസ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഓ മൈ ഗോഡ്. ഹല്ലേലൂയ. എനിക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് വലിയതൊന്നും അറിയത്തില്ല. എനിക്ക് ചെറിയ കാര്യങ്ങളെ അറിയത്തുള്ളൂ. പക്ഷേ എങ്കിലും ഹല്ലേലൂയ എന്റെ കർത്താവിന് ഹല്ലേലൂയ സ്തോത്രം വിശ്വസ്തനായിരിക്കുക നിങ്ങൾ തയ്യാറാണോ? യെസ്. ഹല്ലേലൂയ. ഗോ. ഹല്ലേലൂയ സ്തോത്രം. Today hallelujah സ്തോത്രം. The spirit of the Lord is saying hallelujah. I will open the door. No one can shut. No one can close. Hallelujah. നിങ്ങളുടെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന വാതിൽ നിങ്ങൾ വചനം കാത്തുവെങ്കിൽ, നിങ്ങൾ ദൈവനാമം ഹല്ലേലൂയ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ അതിനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം നിങ്ങളുടെ മുൻപിലും തുറന്ന ഒരു വാതിൽ വച്ചിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. 5 അപ്പവും ഹല്ലേലൂയ സ്തോത്രം 2 മീനും ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ അതെങ്കിലും ഉണ്ട്, എന്റെ വീട്ടിൽ അതും ഇല്ലെന്ന് പറഞ്ഞാൽ വെറും പാത്രം മതി. ഹല്ലേലൂയ സ്തോത്രം. വെറും പാത്രം മതി. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളാണ് പാത്രം. ഹല്ലേലൂയ സ്തോത്രം. വെറും പാത്രമായി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞല്ലോ. ഹല്ലേലൂയ സ്തോത്രം. 2 പേർ വന്ന് പ്രാർത്ഥിക്കാൻ വന്നല്ലോ. ഹല്ലേലൂയ സ്തോത്രം. പരീക്ഷനും ഹല്ലേലൂയ സ്തോത്രം മറ്റൊന്നും ആയക്കാരൻ. ഹല്ലേലൂയ സ്തോത്രം. 2 പേരും പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരുവൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ പ്രൗഢിയൊക്കെ പറഞ്ഞു നിന്നപ്പോൾ ഒരുവൻ ദൂരത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പാപിയാണ്, ദൈവമേ കർത്താവേ എന്ന് വിളിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം യേശു കർത്താവ് കരുതിയത് അവനിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ കരച്ചിൽ എന്റെ ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം വലിയത് ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം.
അപ്പോൾ അല്പത്തിൽ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ചാൽ അന്തികത്തിൽ മേൽ വിചാരകനാക്കും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ അല്പമായിട്ട് കരുതുന്നതല്ല ദൈവം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്താണ്? സന്തോഷകരമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഇവാഞ്ചലിസ്റ്റിനെ പോലെ, ഹല്ലേലൂയ, നമ്മൾ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എന്ത് ക്വാളിറ്റി ആണുള്ളത്? ഹല്ലേലൂയ സ്തോത്രം, ഒന്നുമില്ല. പക്ഷേ എങ്കിലോ എന്റെ ദൈവം ഈ ലോകരാജ്യങ്ങൾ മുഴുവനും എടുത്ത്, ഹല്ലേലൂയ സ്തോത്രം, പ്രയോജനപ്പെടുത്തുമെങ്കിൽ നിങ്ങളും ഞാനും, ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമുക്ക് സകലതും നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് നൽകിയതിൽ തൃപ്തരായി. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ആത്മീക വർത്തനത്തിലും, ഒരിക്കൽ ഞാൻ വീണ്ടും പറയുന്നു, ആത്മീക വർത്തനത്തിലും വേദധ്യാനത്തിലും, ഹല്ലേലൂയ സ്തോത്രം, മുൻപോട്ടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഒരിക്കലും നമ്മൾ തൃപ്തിപ്പെടരുത്. ഹല്ലേലൂയ സ്തോത്രം. നാൾക്കുനാൾ ദിനംപ്രതി നമ്മളെ പുതുക്കം പ്രാപിച്ച് മുൻപോട്ട് ചെല്ലുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.